ഹലോ, ഞാൻ ഡോക്ടർ പ്രതാപൻ, വയോജന പഠന കേന്ദ്രം ഡയറക്ടറാണ്. വയോജനങ്ങളുടെ ജനസംഖ്യയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വയോജനങ്ങളുടെ ജനസംഖ്യ കേരളത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് സെൻസസ് റിപ്പോർട്ട് പ്രകാരം 2001 സെൻസസ് പ്രകാരം കേരളത്തിലെ 10.6% പേർ വയോജനങ്ങളായിരുന്നു. ഇതിൽ 9.7% പുരുഷന്മാരും 11.4% സ്ത്രീകളുമായിരുന്നു. 2011 സെൻസസ് പ്രകാരം കേരളത്തിലാകെ 12.6% വയോജനങ്ങളുണ്ട്. അതിൽ 11.1% പുരുഷന്മാരും 12.7% സ്ത്രീകളുമാണെന്ന് കാണുന്നു. 2021 ആകെ 15.1 ആയിട്ട് വയോജനങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചു. ഇതിൽ 13.3% പുരുഷന്മാരും 16.8% സ്ത്രീകളുമാണ്. 2026 5 വർഷങ്ങൾക്ക് ശേഷം 2001 5 വർഷങ്ങൾക്ക് ശേഷം കണക്കാക്കിയത് 23% വയോജനങ്ങളുണ്ടാകും എന്നാണ്. ഇതിൽ പുരുഷന്മാർ 16.8%, സ്ത്രീകൾ 22.8% ആയിട്ട് ഉയർന്നിരിക്കുന്നുവെന്നാണ്. ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന 1-2 കാര്യങ്ങൾ. വയോജനങ്ങളുടെ ജനസംഖ്യ 10.6%-ൽ നിന്നും ഒരു 25 വർഷം കൊണ്ട് ഏതാണ്ട് 23.6%-ആയിട്ട് ഉയർന്നിരിക്കുന്നുവെന്നാണ്. ഇതിൽ തന്നെ പുരുഷന്മാരുടേത് 16%-ഉം സ്ത്രീകളുടേത് 20%-ഉമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതായത് പുരുഷന്മാരെക്കാൾ കൂടുതൽ 4%-ഓളം കൂടുതൽ സ്ത്രീകൾ വയോജനങ്ങളായിട്ട് കേരളത്തിലുണ്ട്. ഇതിൻ്റെ കാരണം ഒരുപക്ഷെ സ്ത്രീകളുടെ ലോങ്വിറ്റി പുരുഷന്മാരെക്കാൾ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 25%-ഓളം സീനിയർ സിറ്റിസൺസ് ആണ് എന്ന് പറയാം. ഇതിന് കാരണം സെൻസസിൽ 23%-മേ ഉള്ളൂ എങ്കിലും യഥാർത്ഥത്തിൽ 70% തിരുവനന്തപുരത്തെ 1-2 റെസിഡൻസ് അസോസിയേഷനുകൾ പറയുന്നത് അവരുടെ പരിധിയിൽ ഉള്ളവർ താമസിക്കുന്നവരിൽ 73% വരെ സീനിയർ സിറ്റിസണാണ്. അതിൽ 1-2% ആൾക്കാർ കിടപ്പ് രോഗികളുമാണെന്നാണ്. അവരുടെ സെൻസസ് പ്രകാരം ഇത്രയും സീനിയർ സിറ്റിസൺസ് അവിടെ ശതമാനം ഇല്ല. പക്ഷേ അവിടുത്തെ ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളുമൊക്കെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വിവാഹവുമായിട്ട് മറ്റ് സ്ഥലങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ അന്യരാജ്യങ്ങളിലോ പോയി താമസിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പുരുഷന്മാർ വയോജനങ്ങളുടെ എണ്ണം 70% നിലവിൽ വന്നിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ അവർ വരും എന്നല്ലാതെ നിലവിൽ സ്ഥിരമായി അവിടെ താമസിക്കുന്നതിൽ ഭൂരിപക്ഷവും സീനിയർ സിറ്റിസൺസ് മാത്രമാണ്. ഇതാണ് കേരളത്തിലെ ജനസംഖ്യാപരമായിട്ടുള്ള മുതിർന്ന പൗരന്മാരുടെ അവസ്ഥ.